പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളും ശ്രദ്ധേയമാണ്. രാജ്യങ്ങൾ കരുതൽ നിക്ഷേപമായാണ് പ്രധാനമായും സ്വർണം ശേഖരിക്കുന്നത്. ഇത് കേവലം ആഡംബരത്തിനല്ല. യുദ്ധം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങി ആഗോള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാധാരണ കറൻസികളുടെ മൂല്യം ഇടിഞ്ഞേക്കാം. എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ ആസ്തിയുടെ വലിയൊരു ഭാഗം സ്വർണമായി സൂക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലെയുള്ള സ്ഥാപനങ്ങളും സ്വർണത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഒരു രാജ്യത്തിന്റെ കടമെടുക്കാനുള്ള ശേഷിയും സാമ്പത്തിക വിശ്വാസ്യതയും അളക്കുന്നതിൽ അവർ കൈവശം വച്ചിരിക്കുന്ന സ്വർണ്ണ ശേഖരത്തിന് വലിയ പങ്കുണ്ട്. രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയിൽ ഭൂരിഭാഗവും ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിട്ടും സ്വർണത്തിന്റെ തിളക്കം കുറയാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ്. അമേരിക്കയുടെ ആധിപത്യവും ചൈനയുടെ മുന്നേറ്റവും ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയുമെല്ലാം ഒരു പരിധിവരെ മഞ്ഞലോഹത്തിന്റെ കരുത്തിലാണെന്നും പറയാം. സ്റ്റോക്ക് മാർക്കറ്റുകളും ഡിജിറ്റൽ പേയ്മെന്റുകളും സാമ്പത്തിക ശക്തികളുടെ അളവുകോലാകുന്നതിന് മുൻപ് രാജ്യങ്ങളുടെ കരുത്ത് അളന്നിരുന്നത് സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്നും ആഗോള സാമ്പത്തിക അസ്ഥിരതകളുണ്ടാകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സ്വർണത്തെ തന്നെയാണ്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം കൈവശമുള്ള രാജ്യം. ഏതാണ്ട് 8,133 ടൺ സ്വർണ്ണമാണ് അമേരിക്കൻ ട്രഷറിയിലുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. 1944 ബ്രെട്ടൻ വുഡ്സ് കരാറിലൂടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥ അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിച്ചു. ഇതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് സ്വർണം ഒഴുകിയെത്തിയിരുന്നു. ഈ വമ്പിച്ച സ്വർണ്ണ ശേഖരത്തിന്റെ കരുത്തിലാണ് ഡോളർ ഇന്നും ലോകത്തെ ഏറ്റവും കരുത്തുറ്റ കറൻസിയായി നിലനിൽക്കുന്നത്. സ്വർണ്ണ ശേഖരത്തിന്റെ പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിച്ചത് 3,350 ടൺ കരുതൽ സ്വർണം ഉപയോഗിച്ചാണ്. ഈ സ്വർണ്ണ ശേഖരമാണ് ജർമ്മനിയുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിസ്ഥാനം. 2,452 ടൺ സ്വർണ്ണ ശേഖരവുമായി ഇറ്റലിയാണ് ഈ പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ളത്. യുദ്ധാനന്തര കാലഘട്ടത്തിൽ കറൻസിയുടെ മൂല്യം സംരക്ഷിക്കാൻ സ്വർണം അത്യാവശ്യമായിരുന്ന കാലത്താണ് ഇറ്റലി ഇത്തരത്തിൽ വലിയ ശേഖരം കെട്ടിപ്പടുത്തത്. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇറ്റാലിയൻ സാമ്പത്തിക ശേഷിക്ക് കരുത്തുപകരാൻ ഈ സ്വർണ്ണ ശേഖരം സഹായിക്കുന്നു. ഏതാണ്ട് 2,437 ടൺ സ്വർണവുമായി ഫ്രാൻസും സ്വർണ്ണ ശേഖരത്തിൽ മുന്നിൽ തന്നെയാണ്. തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അമേരിക്കൻ ഡോളറിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്നതിൽ താൽപര്യം പ്രകടിപ്പിക്കാതിരുന്ന ഫ്രാൻസ് വർഷങ്ങളായി തങ്ങളുടെ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. റഷ്യയുടെ സ്വർണ്ണ ശേഖരത്തിന് രാഷ്ട്രീയമായും വലിയ പ്രാധാന്യമാണുള്ളത്. റഷ്യയുടെ കൈവശമുള്ളത് 2,300-ലധികം ടൺ സ്വർണ്ണമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപ്പാദകരിൽ ഒന്നാണ് റഷ്യ. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം ഖനികളിൽ നിന്ന് നേരിട്ടാണ് റഷ്യ സ്വർണം ശേഖരിക്കുന്നത്.